നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 235-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് CPIയുടെ അനിഷേധ്യ നേതാവും പ്രവർത്തകനും ഒക്കെയായിരുന്ന എസ് ശർമ്മയെക്കുറിച്ചിട്ടാണ്. ശർമാജി എന്നാണ് ലോകത്തുള്ള സകലമാന പേരും അദ്ദേഹത്തെ വിളിക്കുന്നത്. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയ ചിന്തകളുണ്ട്. വ്യക്തിത്വങ്ങൾ അവരുടെ മനസ്സും ശരീരവും ചിന്തകളും വെവ്വേറെ ആയിരിക്കാം. പക്ഷേ ഇദ്ദേഹത്തെ കുറിച്ച് പറയാതെ പോയാൽ അത് ഞാൻ ചെയ്യുന്ന ഒരു വലിയ തെറ്റായിരിക്കും. 1987 കാലഘട്ടത്തിലാണ് ശർമാജിയെ നന്ദൻകൂടുള്ള വസതിയിൽ ചെന്ന് കണ്ട് സംസാരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയവും ഇന്ത്യൻ തത്വചിന്തയും ഇന്ത്യയുടെ ഭാവിയും ഭൂതവും വർത്തമാനവും എന്ന് വേണ്ട അറിവിൻ്റെ ഒരു നിറവിടമാണ് അദ്ദേഹം. കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിൽ പോയി മറന്നെങ്കിലും എത്രയോ പേരെ കണ്ടിരിക്കുന്നു, എത്രയോ പേരുമായി സംസാരിച്ചിരിക്കുന്നു, എത്രയോ പേരുടെ ആശയങ്ങളും മറ്റും കേട്ടിരിക്കുന്നു. പക്ഷേ ആത്മാർത്ഥതയുടെ ഹിമശൃംഗങ്ങളിൽ വിഹരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വം. ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് സംസാരിക്കുന്നത് 1987-ലാണ്. നിരവധി തവണ നന്ദൻകൂടുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്ന് അദ്ദേഹത്തോട് സംസാരിച്ച് ഒറ്റ ആവശ്യമേ ഉള്ളൂ: ഞാൻ ഒരു റഷ്യൻ യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്നു. അവിടെ ചെന്നാൽ കാണേണ്ടവരെയും പരിചയക്കാരെയും എഴുത്തുകാരെയും മറ്റും എനിക്ക് കാണണം, അവരുമായിട്ട് സംസാരിക്കണം, അതിനുവേണ്ട ഒത്താശകൾ ചെയ്തു തരണം എന്നൊക്കെ ഉള്ള ആശയങ്ങളുമായിട്ടാണ് അദ്ദേഹത്തെ പോയി കാണുന്നത്. പ്രായത്തിൻ്റെ ആധിക്യത്താൽ അദ്ദേഹം നിരവധി തവണ ചികിത്സയ്ക്കായി മോസ്കോയിലും മറ്റും പോയിട്ടുണ്ട്. രാഷ്ട്ര തന്ത്രജ്ഞൻ എന്നുവരെ വിശേഷിപ്പിക്കാവുന്ന ഒരു വലിയ മഹാത്മാവ് എന്ന് വേണം എൻ്റെ അനുഭവത്തിലൂടെ പറയുമ്പോൾ. നിരവധി പുസ്തകങ്ങളും നിരവധി റെഫറൻസുകളും നിരവധി പേർക്ക് കൊടുക്കാൻ കത്തുകളും ഒക്കെയായി എത്രയോ ദിവസമാണ് അദ്ദേഹം എനിക്ക് വേണ്ടി പ്രയത്നിച്ചത്. എൻ്റെ മൂത്ത ചേച്ചി ലഫ്റ്റനന്റ് കേണൽ ശ്രീമതി ലളിത നായർ ചെറുതുരുത്തിയിലെ ആയുർവേദ റിസർച്ച് സെൻ്ററിൽ സിസ്റ്റർ ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് റഷ്യൻ അംബാസഡറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആയുർവേദ ചികിത്സയ്ക്കായി ചെറുതുരുത്തിയിലെത്തുന്നത്. അന്ന് ഇവരുടെ പരിചരണവും ഇവരുടെ ശ്രദ്ധയും ഒക്കെ നേടി ഒടുവിൽ കാലങ്ങൾക്ക് ശേഷം അംബാസഡർ ഇവിടെ ജീവിക്കുകയും മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഭാരതപ്പുഴയിൽ ഒഴുക്കുകയും ചെയ്തു. അവരുടെ വൈഫ് പോയ ശേഷം എല്ലാ ഓണത്തിനും മോസ്കോയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും മോസ്കോയിലെ ചിത്രങ്ങളുമൊക്കെ സ്ഥിരമായി അയച്ചു കൊടുക്കുമായിരുന്നു. ആ പുസ്തകങ്ങളെല്ലാം എനിക്കാണ് ചേച്ചി തന്നിട്ടുള്ളത്. അതിലെ ചിത്രങ്ങളും വോൾഗ നദിയും ലെനിൻ സ്മാരകവും മോസ്കോയിലെ പള്ളികളും നദികളും അങ്ങനെ സൗന്ദര്യത്തിൻ്റെ ഒരു 100 കാഴ്ചകൾ കണ്ട അന്നു മുതൽ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് റഷ്യയും മറ്റും ഒന്ന് കാണണം എന്ന്. അങ്ങനെ അതിനുള്ള വഴികൾ കണ്ടെത്തി. അന്ന് എഴുത്ത് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങളൊന്നുമില്ല. വളരെ വിഷമിച്ചാണ്
അതിനുള്ള സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ ശർമാജിയെ പോയി കണ്ട് ശർമാജിയുടെ നിർദ്ദേശങ്ങളൊക്കെ കിട്ടി. അദ്ദേഹം എഴുതി തന്ന 1-2 കത്തുകൾ മോസ്കോയിൽ ചെല്ലുമ്പോൾ ചെറിയാൻ ഫിലിപ്പ് എന്ന വ്യക്തിയെ അദ്ദേഹം ഇപ്പം നാട്ടിൽ സെറ്റിലായി. അദ്ദേഹത്തിനെയും മോസ്കോ റേഡിയോയിലുള്ള ഒരു ദാസ് അദ്ദേഹത്തിന് ഒരു കത്ത്, അങ്ങനെ നിരവധി പേർക്ക് കൊടുക്കാൻ കത്തുകളും മറ്റും എഴുതി തന്നു. പിന്നെ കീവിൽ ചെല്ലുമ്പോൾ സബ്സ്റ്റിറ്റ് എന്നുള്ള മാഗസിൻ്റെ എഡിറ്ററെ കാണാൻ ഇന്ത്യയിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്ത നലിവായിക്കോ സ്റ്റീഫനെ കാണാൻ സൗകര്യമൊരുക്കി തരികയും അദ്ദേഹത്തെ കാണുകയും ഹാ സുന്ദരിയായ റഷ്യ, അമ്മ എന്നീ കവിതകൾ യുക്രൈനിയൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പിൽക്കാലത്ത് സബ്സ്റ്റിറ്റ് മാഗസിനിൽ പ്രസിദ്ധീകരിക്കുകയും ഉണ്ടായി. 1 കോടി കോപ്പിയാണ് അന്ന് ആ പുസ്തകം പബ്ലിഷ് ചെയ്തിരുന്നത്. റഷ്യൻ ഗവൺമെൻറ് തന്നെയാണ് ആ പുസ്തകങ്ങൾ അച്ചടിച്ചതും മറ്റും. അന്ന് മോസ്കോ റേഡിയോയിൽ വെച്ച് എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കേണ്ടയാൽ ഇൻ്റർവ്യൂ മോസ്കോ റേഡിയോയിലൂടെ ഞാൻ നാട്ടിൽ വന്ന ശേഷം ഒരു പ്രഭാതത്തിൽ എൻ്റെ അഭിമുഖം, എൻ്റെ വാക്കുകൾ എനിക്ക് കേൾക്കാനും ഇടയുണ്ടായി. അതിനെല്ലാം കാരണഭൂതനായത് ശ്രീ ശർമാജിയാണ്. കുറഞ്ഞത് ഒരു 10-15 തവണയെങ്കിലും അദ്ദേഹത്തെ ഞാൻ കണ്ടു കാണും. ഒരു തവണ പോലും എൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ എൻ്റെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനം. ഓരോ തവണ കാണുമ്പോഴും എന്നോട് പറയും, ആ പുസ്തകം വായിച്ചോ, ഈ പുസ്തകം വായിച്ചോ, പോകുമ്പോൾ ഇടാൻ നല്ല കമ്പിളി ഉടുപ്പൊക്കെ ഉണ്ട്, ഇപ്പോൾ ഭയങ്കര തണുപ്പാണ് മോസ്കോയിലൊക്കെ, സൂക്ഷിക്കണം. ഞാൻ തന്ന കത്തുകളൊക്കെ അവിടെ ചെന്ന ശേഷം ഞാൻ കുറച്ച് നമ്പറുകൾ തരാം, ടെലിഫോൺ നമ്പറുകൾ തരാം, അവരെ ചെന്ന് കോണ്ടാക്ട് ചെയ്യൂ, അവർ ശരവണിന് വേണ്ടതെല്ലാം ചെയ്തു തരും. എത്ര ഉത്സാഹത്തോടെയാണ് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത് എന്ന് ഇന്ന് ഓർക്കുമ്പോഴും അത്ഭുതമാണ് എനിക്ക്. എൻ്റെ വിവാഹത്തിന് ക്ഷണിച്ചപ്പോഴും അദ്ദേഹം വന്നു, പങ്കെടുത്തു, എന്നെ അനുഗ്രഹിച്ചു. ഇത്രയും വിശാലമായിട്ടുള്ള മനസ്സുള്ള ആളുകൾ വേറെ ഉണ്ടോ എന്ന് തന്നെ തോന്നിപ്പോകും. അങ്ങനെ ഞാൻ വന്ന ശേഷം ആ റഷ്യൻ യാത്രയുടെ വിവരണങ്ങൾ അരുവിക്കര ഗസ്റ്റ് ഹൗസിൽ പോയിരുന്ന് 1.5 മാസത്തോളം താമസിച്ചാണ് ഞാനത് എഴുതി പൂർത്തിയാക്കിയത്. 1997 മൾബറി ബുക്സ് അത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ഇതിലാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ അച്യുതമേനോൻ ഒരു കുറിപ്പ് എഴുതി തന്നിട്ടുള്ളത്, ചേർക്കുകയും ചെയ്തു. ഇതിൻ്റെ കൈയെഴുത്ത് പ്രതിയുമായി അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇതിനിടയിൽ പറയുന്നത്, 15 ദിവസം നിങ്ങൾ റഷ്യയിലുണ്ടായിരുന്നപ്പോൾ ഇത്തരത്തിലൊരു പുസ്തകം എഴുതി, ഈ കണക്കിന് 1 വർഷം നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചേനല്ലോ എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ഇത് ശരിക്കും സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡിന് അർഹമായ ഒരു കൃതി തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ പറച്ചൽ മതി എൻ്റെ പ്രയത്നത്തിനും എൻ്റെ എഴുത്തിനും കിട്ടിയ വലിയ ബഹുമതി. അദ്ദേഹം അന്ന് സുഖമില്ലാതിരിക്കുമ്പോഴാണ് അദ്ദേഹം എനിക്കൊരു കത്ത് ഇതിൽ ചേർക്കാൻ വേണ്ടി എഴുതി അയച്ചിരുന്നത്. എൻ്റെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ട് അദ്ദേഹം ഓരോരോ കത്തുകൾ എനിക്ക് എഴുതി അയച്ചിട്ടുണ്ട്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ ശ്രീ അച്യുതമേനോൻ ആ കത്തുകൾ ഇന്നും വിലമതിക്കാനാവാത്ത നിധിയായി സൂക്ഷിക്കുന്നു. അതേപോലെ തന്നെയാണ് ശർമാജിയുടെ കത്തും, വെട്ടും തിരുത്തും ഒക്കെയുള്ള ഒരു കത്ത്. ആ കത്തിന്നും എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഈ പുസ്തകത്തിന് എഴുതിയ കുറച്ച് വരികളുള്ള ഒരു കുറിപ്പ്, എസ് ശർമ്മ, ഞാൻ നിങ്ങളുടെ യാത്രാവിവരണം വായിച്ചു. സത്യസന്ധമെന്നുള്ള പ്രതീതി ഉളവാക്കുന്ന ഒരു നല്ല കൃതി. നിങ്ങളുടെ ഏകാഗ്രമായ പ്രയത്നം വിജയിച്ചിരിക്കുന്നു. ആശംസകൾ. 23/2/1988 തിരുവനന്തപുരം. ഈ പുസ്തകം
കംപ്ലീറ്റ് ശർമാജി വായിച്ചിട്ട് കയ്യെഴുത്ത് പ്രതി വായിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഇത് എഴുതി പൂർത്തിയാക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലെ ചിത്രങ്ങളും ഇതിലെ വിവരണങ്ങളും അവിടുത്തെ പത്രങ്ങളും എല്ലാം കളക്ട് ചെയ്യാൻ എത്ര പാടുപെട്ട് കാണും. എനിക്ക് ഇങ്ങനെയൊന്നും എഴുതണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ഈ ഗ്രന്ഥം വായിച്ചപ്പോൾ പല പ്രാവശ്യം മോസ്കോയിലും കീവിലും ഒക്കെ പോയിട്ടുള്ള, താഷ്കൻഡിലും ഒക്കെ പോയിട്ടുള്ള ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഒരു പുസ്തകമാക്കി ഞാൻ എഴുതിയില്ല എന്ന് ഓർക്കാറുണ്ട്. എന്തായാലും ശരവണ നല്ലൊരു ഭാവിയുണ്ട്. ഈ പുസ്തകം ഓരോരുത്തരും വായിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാണ് ഞാൻ ആ കയ്യെഴുത്ത് പ്രതി വാങ്ങുന്നത്. അതിനുശേഷമാണ് കോഴിക്കോട് മൾബറി ബുക്സുമായി ചർച്ച ചെയ്യുന്നതും അത് പ്രസിദ്ധീകരിക്കുന്നതും. അതുവഴി മൾബറി ബുക്സും DC ബുക്സും തമ്മിലുള്ള കോൺട്രാക്ട് പ്രകാരം എൻ്റെ കുറേ പുസ്തകം DC ബുക്സിനും എത്തി. കുറേ പുസ്തകങ്ങൾ വിറ്റുപോവുകയും ചെയ്തു. ഇതെല്ലാം ഞാനിവിടെ സൂചിപ്പിച്ചത് അന്നത്തെ ആ റഷ്യൻ യാത്രയ്ക്ക് വേണ്ടി എത്ര രാവുകളും എത്ര പകലുകളുമാണ് ശർമാജി എനിക്ക് വേണ്ടി പ്രയത്നിച്ചത്. എന്നിൽ നിന്ന് ഒരു ഗുണവും ഒരു കാര്യസാധ്യതയും അദ്ദേഹത്തിനുണ്ടായില്ല. അതിനുശേഷം എൻ്റെ വിവാഹത്തിന് ക്ഷണിക്കുമ്പോഴും ശരവണൻ്റെ വിവാഹത്തിന് വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആരുടെ വിവാഹത്തിനാണ് വരിക എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം എൻ്റെ വിവാഹത്തിന് പങ്കെടുക്കുകയും എന്നെയും സഹധർമ്മിണിയെയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തു. കാലത്തിൻ്റെ കടന്നുപോക്കിൽ അദ്ദേഹവും കടന്നുപോയിരിക്കുന്നു. അദ്ദേഹം തന്ന ആ അനുഗ്രഹം, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത, സത്യസന്ധത, ഒരു പൗരന് എന്തൊക്കെ ലഭിക്കാൻ കഴിയും അതൊക്കെ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വ്യക്തിത്വം. കാലത്തിൻ്റെ ഒഴുക്കിൽ അദ്ദേഹം കടന്നുപോയെങ്കിലും എൻ്റെ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ കോപ്പി അദ്ദേഹത്തിൻ്റെ നന്ദൻകോടുള്ള വീട്ടിൽ ഞാൻ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. പിന്നീട് പല കാരണങ്ങളാൽ എനിക്കവിടെ പോകാൻ കഴിഞ്ഞില്ല. എങ്കിലും ശർമാജി എന്ന വിശുദ്ധനായ ഇന്ത്യൻ പൗരൻ അദ്ദേഹത്തെ ഓർക്കാതെ അദ്ദേഹത്തിൻ്റെ സൗമ്യമായ സ്നേഹമസൃണമായ വാക്കുകൾ ഒരു വലിയ നിധി പോലെ എൻ്റെ മനസ്സിൽ ഇന്നും സൂക്ഷിക്കുന്നു. കാലം കടന്നുപോയാലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും കാലത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച ശർമാജി എന്ന വലിയ വ്യക്തിത്വത്തിന് ഈ ലോകത്തുള്ളവർ എന്നും ഓർമ്മിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.